ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി, പക്ഷെ ആ വ്യക്തി മൂവ് ഓൺ ആയോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ആ വ്യക്തി ഓൾമോസ്റ്റ് മൂവ് ഓൺ ആയിട്ടുണ്ട് ആ റിലേഷൻഷിപ്പിൽ നിന്നും എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് അവരുടെ പ്രവൃത്തികളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ചിലപ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അതിന് റിപ്ലൈ നൽകുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ കോൾ എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവരായിട്ട് തന്നെ നിങ്ങളെ റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി, നിങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് വരില്ല. നിങ്ങളായിരിക്കും അവരെ കുറിച്ച് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ അവരെ നിങ്ങളായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. കാരണം അവർ കംപ്ലീറ്റ് ആയി മൂവ് ഓൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മൂവ് ഓൺ സ്റ്റേജിൽ ഓൾമോസ്റ്റ് അവർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരിക, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒന്നും അവരുടെ മനസ്സിലുണ്ടായിരിക്കില്ല. സോ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ നൽകുന്നുണ്ടായിരിക്കും. പക്ഷേ അവരായിട്ട് നിങ്ങളോട് കോൺടാക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും ഒരു സംസാരം, അവരായിട്ട് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യുക, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന കാര്യം അവർ ആക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായി, അവർക്ക് നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ ഒട്ടും ക്യൂരിയസ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് നിങ്ങളുടെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു സാഹചര്യം അവരുടെ മുമ്പിൽ വരുന്ന സമയത്ത് പോലും അവരതിനുള്ള ഒരു ആകാംക്ഷ പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ അതെന്താണ്, അങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി, അതറിയാനുള്ള ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇൻ കേസ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ടോക്ക് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കേണ്ടതായിട്ട് വരികയാണ്, നിങ്ങളെക്കുറിച്ച് അറിയേണ്ടതായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ പോലും അതൊന്ന് മാക്സിമം അവർ മാറി നിൽക്കാനാണ് ശ്രമിക്കുക. സോ അങ്ങനെ ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്നും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ആ വ്യക്തി ആക്ച്വലി ആ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവാൻ, അല്ലെങ്കിൽ മൂവ് ഓൺ ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് തേർഡ് വൺ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് അവരുടെ പ്രൊഫൈലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അവര് പക്ഷെ ഒരിക്കലും നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷയിലോ, നിങ്ങളുടെ അപ്ഡേഷൻസ് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലൊന്നും ആയിരിക്കില്ല. അവർ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടായിരിക്കും. അതായത് സോഷ്യൽ മീഡിയ വഴി ഒക്കെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഒട്ടും തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. കാരണം അവരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു പ്രവൃത്തി വരുന്നുണ്ടായിരിക്കില്ല. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരെപ്പോഴും സംസാരിക്കുന്ന ഒരു പാസ്റ്റ് ടെൻസിലായിരിക്കും. അതായത് അതെല്ലാം അവസാനിച്ചു, അത് കഴിഞ്ഞു, ഇറ്റ്സ് ഓവർ എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും. അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴല്ല, നിലവിൽ അങ്ങനൊരു റിലേഷൻഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ നിലവിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല എന്ന രീതിയിൽ തന്നെ ആയിരിക്കും കൂടുതലായിട്ടും അവർ സംസാരിക്കുന്നത്. കാരണം മെന്റലി അവരതിന് പ്രിപ്പയർഡ് ആയി, അല്ലെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ആൻഡ് ഫൈനലി, നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ അവർ വളരെയധികം കാമായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അവർ മൂവ് ഓൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവർക്കൊരു നെർവസ്നെസ് ഒക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ല. ഒരു പക്ഷേ നിങ്ങളോട് വന്ന് വളരെ കാമായിട്ട്, അല്ലെങ്കിൽ വളരെ ജെന്റിലായിട്ട് സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. ഒരു നെർവസ്നെസ്സോ, അല്ലെങ്കിൽ എന്ത് പറയും, എങ്ങനെ പറയും, അങ്ങനെയുള്ള കൺഫ്യൂഷൻസോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടായിരിക്കില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാംനെസ് നമുക്ക് അവരിൽ നിന്നും കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാവുന്നതാണ് ആ വ്യക്തി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്ന ഒരു കാര്യം റിയലി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്, ലൈക്ക് വെയിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാം. ഇത്രയും സയൻസ് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നും മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത്, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.